ഇതാണ് മാർക്കിങ്. ഇത് മാർക്കിംഗ് അല്ല, ഇതാണ് അളവ്. ഫ്രണ്ട് നമ്മളെ ഇതിന്റെ അരവണ്ണത്തിന്റെ മാർക്കിങ് ഇതാണ്. 3 ഇഞ്ച് തുമ്പ്, 1/2 ഇഞ്ച് തുമ്പും കഴിച്ചാൽ നമ്മൾ അരവണ്ണം കറക്റ്റായിട്ട് വരും. താഴെ നമുക്ക് ഫ്ലെയറും കിട്ടും. ഇനി ഇതിനെ നമ്മളെ എങ്ങനെ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഒരു 6 ഇഞ്ച് വരെ പോയിട്ട് അവിടെ താഴോട്ട് ഇതാ ഫ്ലെയറായിട്ടാണ് പോവുക. ഇതും അതുപോലെ തന്നെ. ഞങ്ങളുടെ ചെയ്യാൻ നിങ്ങൾക്ക് പ്രയാസമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നേരെ സെന്റർ ഇങ്ങനെ മടക്കി പിടിക്കുക. മടക്കി ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ തന്നെ കിട്ടും. ഇവിടെ കിട്ടൂടെ തോന്നുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ അങ്ങോട്ട് മടക്കിയാൽ മതി. മടക്കിയിട്ട് ഇതാണ് കലി പീസ് എന്ന് പറയുന്നത്. ഇതിപ്പോ പീസ് കട്ട് അരവണ്ണത്തിന്റെ അവിടെ ഇങ്ങനെ ഷേപ്പായിട്ട് താഴോട്ട് ഫ്ലെയർ ആയിട്ട് അങ്ങനെ പോകും. ഇനി ഇതിനെ നേരെ നമുക്ക് എങ്ങനെ ഫ്ലെയർ കിട്ടുമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇതാ തിരിച്ചും മറിച്ചൊക്കെ ഇടാം. അപ്പോ ഇങ്ങനെ ഇട്ടിട്ട് വേഗം ഇതിനെ വേണമെങ്കിൽ ഒരേപോലെ നമുക്ക് കിട്ടൂല തോന്നണമെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ഈ പീസിന്റെ ഒപ്പം കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമുക്കിത് 6 പീസ് കിട്ടിയിട്ടുണ്ട്. 6 പീസാണ് നമ്മൾ പറഞ്ഞത്. 6 പീസ് നമുക്ക് സുഖമായിട്ട് കിട്ടും. ഇതിന് ഇതിന്റെ സെന്ററിൽ ഇങ്ങോട്ട് വെച്ച് നോക്കിയപ്പോൾ നമുക്ക് പട്ടക്കുള്ള പീസ് അവിടെ തന്നെ കിട്ടും. ഈ ഭാഗം കട്ട് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ കട്ട് ചെയ്യുക. അപ്പോ ഇങ്ങനെ 6 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ പീസ് വെച്ചിട്ട് ജോയിന്റ് ചെയ്ത് കൊടുക്കുക. ജോയിന്റ് ചെയ്യുമ്പോൾ ഈ പീസ് ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ ജോയിന്റ് ചെയ്യരുത്, ഇതിങ്ങനെ തന്നെ ജോയിന്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ അമ്പർല വീഡിയോ പോലെ തന്നെ താഴേക്ക് നല്ല അമ്പർലായിട്ട് ഫ്ലെയർ ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇവിടെ നമുക്ക് അരവണ്ണം കറക്റ്റ് ആക്കിയിട്ട് 3 പീസ് ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഓരോ പീസും ഫ്ലെയർ താഴോട്ട് വെച്ച് വിട്ടിട്ട് മേലെ ഫ്ലെയർ കുറവുള്ള ഭാഗം നമ്മൾ അരവണ്ണം, അതാണ് അരവണ്ണം എന്ന് പറയുന്നത്. ഇത് നമ്മളിപ്പോ 4 പീസ് വെച്ച് 4 5 പീസ് വെച്ചു. 6ാമത്തെ പീസ് ഇങ്ങനെ വെച്ച് ഫ്രണ്ട് ഭാഗത്താണ് വരുന്നത്. ഇതുപോലെ തന്നെ ഈ അളവിൽ ബാക്കും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെ ജോയിന്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ ജോയിന്റ് ചെയ്ത് കിടക്കുമ്പോൾ നമുക്ക് നമ്മളെ 14 ഇഞ്ച് അരവണ്ണം ഇവിടെ കറക്റ്റായിട്ട് കിട്ടും. താഴോട്ട് ഫ്ലെയറും വേണം. ഇതിന്റെ മേലെ നമ്മൾ അരവണ്ണം കണക്കാക്കിയിട്ട് ഇതാ ഒരു പട്ട വൈറ്റ് പോലെ ഒരു വട്ടി വന്നു കഴിഞ്ഞാൽ പീസ് കട്ട് മതി, അഥവാ കലി കട്ട് മതി, റെഡിയാവും. ഇത് ജോയിന്റ് ചെയ്തെടുക്കുക. അപ്പൊ കലി കട്ട് മിടി കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് മനസ്സിലായെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതാണ് കലി പീസ് അഥവാ പീസ് കട്ട് മിടി. അപ്പോ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഒന്ന് സഹകരിക്കുക. ബൈ.